ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ തന്നെ ചേർക്കണമെന്നില്ല, ഇതിന് പകരം ഗോതമ്പ് പൊടിയും ചേർക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിതാ ഈ ഒരു കൂട്ടിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ എണ്ണയും എണ്ണയ്ക്ക് പകരമായിട്ട് ബട്ടറും ചേർക്കാവേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് പുറമൊക്കെ കുറച്ച് ഹാർഡായിട്ടും അകമൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള ഫ്രഞ്ച് ബ്രെഡാണ് കേട്ടോ. ഇതിന് ഏറ്റവും കുറഞ്ഞത് 10 മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. അപ്പോഴാണ് നമുക്ക് ബ്രെഡിൻ്റെ അകമൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനിതായി മാവ് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇത് 2 ഇരട്ടിയായി വന്നിട്ടുണ്ടാവും. ഞാനിതായി മാവ് മാറ്റി വെച്ചിട്ട് 1 മണിക്കൂറായി. ഇനി ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാനായിട്ട് ഇതിതാ കൈ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് അമർത്തി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ ഈ ഒരു മാവ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടെടുക്കാം. പൊതുവേ ഈ ഒരു ഫ്രഞ്ച് ലോഫ് വലിയ ബ്രെഡായിട്ടല്ല, ചെറിയ ചെറിയ ബ്രെഡായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അതുകൊണ്ടാണിത് മുറിച്ചിട്ടെടുക്കണത്. ഇനി ഇത് മുഴുവനും ഇതുപോലെ ബോളാക്കി എടുത്ത ശേഷം ചെറുതായിട്ട് നനച്ചെടുത്തിട്ടുള്ള വൃത്തിയുള്ള ഒരു ക്ലോത്ത് കൊണ്ട് 15 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വയ്ക്കുകയും കൂടെ ചെയ്യാം. 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് കുറച്ചും കൂടെ വലുതായിട്ട് വരും. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്ത ശേഷം ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാവേ. എല്ലാതും തന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും ഇതൊരു 10 മിനിറ്റ് നേരം കൂടെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇത് കുറച്ചുകൂടെ വീർത്ത് വരും. ഇതുപോലെ ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഈ വെള്ളമൊക്കെ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡില്ലേ, ഇത് ഓരോന്നായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ പുറംഭാഗമൊക്കെ കുറച്ചും കൂടെ കട്ടിയായിട്ട് വരാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ബ്രെഡാണ് ഇഷ്ടമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിക്കോളൂ. ഇത് വെള്ളത്തിലിട്ട് തിളപ്പിക്കണ കൊണ്ട് തന്നെ ഇതൊന്നും കൂടെ വീർത്ത് വരും. 1 മിനിറ്റ് തന്നെ മതിയാകുവേ. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിൻ്റെ ചൂടയ്ക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലൊന്ന് ലൈൻസ് കൂടെ ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡൊക്കെ വെന്ത് വരുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാനായിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. ഇനി ബ്രെഡിന് മുകളിലായിട്ട് തൂത്ത് കൊടുക്കണത് മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതാണ്. നമ്മുടെ ഈ ബ്രെഡൊക്കെ തയ്യാറായി വരുന്ന സമയത്ത് നല്ലൊരു കളറ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഞാനിനി ഇത് ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ട് എടുക്കണത്. പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രിയിൽ 18 മിനിറ്റ്. ഇത് നമുക്ക് ഓവനില്ലാതെയും ബേക്ക് ചെയ്തിട്ട് എടുക്കാവേ. അങ്ങനെയാണ് ചെയ്യണതെങ്കിൽ ഒരു പഴയ ദോശത്തവയോ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഒരു പരന്ന പാത്രമോ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് അങ്ങനെ ചെയ്താലും നമുക്ക് നല്ല ഫ്രഞ്ച് ബ്രെഡ് തന്നെ കിട്ടും കേട്ടോ. അതുപോലെ ഒട്ടും തന്നെ കുഴച്ച് കഷ്ടപ്പെടാതെ ഗോതമ്പ് ബ്രെഡ് ഫ്രൈയിങ് പാനിൽ ഉണ്ടാക്കുന്ന വീഡിയോയും നമ്മുടെ ഈ ചാനലിൽ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായി തന്നെ പോയിട്ടുണ്ട്. ഇതിൻ്റെ പുറമൊക്കെ കുറച്ചൊന്ന് കട്ടിയിലാണ് ഇരിക്കുക. അതുപോലെ അകമൊക്കെ നല്ല സോഫ്റ്റും ആയിരിക്കും. ഫ്രഞ്ച് ബ്രെഡൊക്കെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. താങ്ക്